Hello guys, here. We engine oil change just investment. Just a 8 team, or a 12 ring span oil change. Liquimoly engine shooter Liquimoly engine shooter engine oil additive. This engine harmful residues. Guys, engine oil cap open ഒരു 10 മിനിറ്റ് എഞ്ചിൻ റൺ ചെയ്യുക. അതിനുശേഷം ഓയിലും ഓയിൽ ഫിൽറ്ററും മാറ്റുക. ഗൈസ്, അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ക്യാപ്പ് വെച്ച് തിരിച്ചടയ്ക്കണം. ഇത് ഫുള്ള് ടൈറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ചിങ് ആയിട്ട് വെച്ചാൽ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ്സ് റൺ ചെയ്യുക. എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർ ഫിൽട്ടർ സൈഡിലുള്ള എല്ലാം റിമൂവ് ചെയ്യാം. ആദ്യം നമ്മുടെ സീറ്റ് ഓപ്പൺ ചെയ്ത് മാറ്റണം. അതിനുശേഷം ഈ 2 ബോൾട്ട് ഇളകണം. രണ്ട് സ്ക്രൂ ഇളക്കുക, പിന്നെ 2 ജോയിൻ്റ് ഇളക്കുക, താഴെയും പയ്യനൈസിട്ട് ഇളക്കുക. എൻജിൻ 10 മിനിറ്റ് റൺ ചെയ്തതിന് ശേഷം 12 സ്പാനർ വെച്ച് എൻജിൻ ബോൾട്ട് റിമൂവ് ചെയ്യുക. ഗൈസ്, ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ 3 ബോൾട്ടാണുള്ളത്. ഓയിൽ ഫിൽറ്റർ ബോൾട്ട് നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ 3 ബോൾട്ട് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഓയിൽ അതിൽ നിന്ന് വരും. ഓയിലിൻ്റെ 3 ബോൾട്ടും ഓയിൽ പാനിലോട്ട് വീഴാതെ സൂക്ഷിച്ചിളക്കിയെടുക്കുക. അതിനുശേഷം ഓയിൽ ഫിൽറ്റർ, പഴയ ഓയിൽ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്യണം. പഴയ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള റെസിഡ്യൂ ആയിരുന്ന ഓയിൽ നമ്മൾ തുടച്ച് മാറ്റണം. അതിന് കൂടെ നമ്മൾ എൻജിൻ വണ്ടി മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ച് കൊടുക്കണം. അതിനുശേഷം ഓയിൽ ഫിൽറ്റർ ക്യാപ്പ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കണം. ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ. എയർ ഫിൽറ്റർ ബോക്സിൻ്റെ എല്ലാ സ്ക്രൂസും റിമൂവ് ചെയ്യണം. 7 സ്ക്രൂസ് വരുന്നുണ്ട്. ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പാണ് വരുന്നത്. ഈ വണ്ടിയിൽ FC വെർഷൻ 2 7 സ്ക്രൂ ആണ് വരുന്നത്. അത് 7 റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ പഴയ എയർ ഫിൽറ്റർ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. എയർ ഫിൽറ്ററിൻ്റെ അകത്ത് നമുക്ക് ചെറുതായിട്ട് ഓയിലിൻ്റെ റെസിഡ്യൂ വരുന്നത് കാണാം. അതും തുടച്ച് മാറ്റണം. ഇവിടെ നമുക്ക് കുറച്ച് ഓയിൽ വന്ന് കിടക്കുന്നതാണ്. ഇത് എൻജിനിൽ നിന്ന് ഫ്ലഷ് ബാക്ക് ചെയ്ത് വരുന്നതാണ്. അത് പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് തുടച്ച് കളഞ്ഞാൽ മതി. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഓയിൽ കുറച്ച് അഡീഷണൽ ഉണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇലയൊന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തുക. എക്സസ് ഓയിൽ വരുന്ന റബ്ബർ പീസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അത് റിമൂവ് ചെയ്ത് അതിൻ്റെ ഓയിൽ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് തിരിച്ച് അതേപോലെ കയറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഗ്രൂവിനകത്ത് കറക്റ്റ് വരണം. എയർ ഫിൽറ്റർ പ്രോപ്പറായിട്ട് തന്നെ കയറ്റുക. ഒരിക്കലും സൈഡ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം. എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ക്യാപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതിനകത്ത് ഓയിലുണ്ട്, അത് ക്ലീൻ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂവ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കണം. ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സൈഡും ഒരേപോലെ ടൈറ്റ് ചെയ്യാൻ നോക്കുക. ക്രോസ് ടൈറ്റിങ് എന്നാണ് പറയുക, സ്റ്റാർ ഷേപ്പ് ടൈറ്റിങ് എന്നും പറയുന്നുണ്ട്. ആ രീതിയിൽ വേണം ടൈറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഓവർ ടൈറ്റ് ആവും, മറ്റേ സൈഡ് പിന്നെ കയറ്റാൻ പാടാവും. അതുകൊണ്ട് എല്ലാ സൈഡും ഈക്വലി ടൈറ്റ് ചെയ്ത് പോവുക. അതേപോലെ ബോൾട്ട് റിമൂവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുക. എല്ലായിടത്തും ബോൾട്ടും അങ്ങനെ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ബോഡി പാനൽ കയറ്റുമ്പോൾ ഫസ്റ്റ് താഴത്തെ ലോക്ക് കയറ്റുക. അതിനുശേഷം മുകളിൽ 2 ലോക്കാണ് വരുന്നത്. ഫസ്റ്റ് ലോക്കിലോട്ട് ആദ്യം ജസ്റ്റ് പോയിൻ്റ് ചെയ്ത് വയ്ക്കുക, ഫുള്ള് കയറ്റൽ. സെക്കൻഡ് ലോക്കും കറക്റ്റ് അലൈൻഡ് പൊസിഷനിലാണോ നോക്കുക. രണ്ടും അലൈൻഡ് പൊസിഷനിലാക്കിയിട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കയറ്റി കൊടുത്താൽ അതൊരു റബ്ബർ ലോക്കാണ് വരുന്നത്. ബോഡി പാനൽ കയറ്റിയതിന് ശേഷം അതിൽ വരുന്ന 2 സ്ക്രൂസാണ് ഈ വണ്ടി വരുന്നത്. അത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ബാക്കി വണ്ടിയിൽ എത്ര സ്ക്രൂ ഉണ്ട് അതത്രയും ടൈറ്റ് ചെയ്യുക.
ഗൈസ്, അപ്പോൾ നമ്മുടെ എൻജിന് കുറേ നേരമായിട്ട് കൂൾ ചെയ്യുമായിരുന്നു. നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് എൻജിൻ കൂളായിട്ടുണ്ട്. അപ്പോൾ എൻജിൻ്റെ ഓയിൽ നട്ട് ടൈറ്റ് ചെയ്യുന്ന സ്ഥലം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഓയിൽ നട്ട് നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻജിനിപ്പം നല്ല ചൂട് കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റിംഗ് സ്പാനർ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ ഓയിൽ ഫിൽറ്ററാണിത്. അതിൽ ജസ്റ്റ് ഞാൻ റബ്ബർ വരുന്ന പോർഷനിൽ ജസ്റ്റ് പുതിയ ഓയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇന്ന് വരുന്ന സൈഡ് അകത്ത് പോകണം, എന്നാൽ റബ്ബർ പോർഷൻ നമ്മുടെ ഓയിൽ ഫിൽറ്റർ കവറുമായിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കുള്ളൂ. ആ സൈഡിൽ നിന്നാണ് ഓയിൽ മുകളിലോട്ട്, എൻജിൻ്റെ മുകളിലോട്ട് പോകുന്നത്, അതായത് ഹെഡിലോട്ട് പോകുന്നത്. ഓയിൽ ഫിൽറ്ററിൻ്റെ 3 സ്ക്രൂസും നമ്മൾ ഒരേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അതിനുശേഷം 3 സ്ക്രൂസും നേരത്തെ നമ്മൾ എയർ ഫിൽറ്റർ ബോക്സ് ടൈറ്റ് ചെയ്ത പോലെ ഒരേപോലെ ടൈറ്റ് ചെയ്ത് കയറ്റേണ്ടതാണ്. മൂന്ന് സ്ക്രൂവും നല്ല ടൈറ്റായെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ യൂസ് ചെയ്യുന്ന എമാലൂബിൻ്റെ ഓയിലാണ്. 10W40 ആണ് ഈ ഓയിലിൻ്റെ ഗ്രേഡ്. വേറെ വണ്ടിക്ക് ഓരോ ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡ് നോക്കി തന്നെ ഒഴിക്കുക. എൻജിൻ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ് തിരിച്ച് അതിൽ ഫിക്സ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. നമ്മൾ നമ്മുടെ വേസ്റ്റ് ഓയിൽ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സീറ്റ് തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ കയറ്റുക. ആ ഹോൾ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ എൻജിൻ്റെ സൗണ്ട് കേട്ടാൽ നല്ല സൈലൻ്റായി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ ലീക്ക് ഉണ്ടോയെന്നാണ്. ഓയിൽ ഫിൽറ്ററിൻ്റെ അവിടെയും ഓൾസോ നമ്മുടെ മെയിൻ എൻജിൻ ബോൾട്ടിൻ്റെ അവിടെയും. അപ്പോൾ ഗൈസ്, വണ്ടി നല്ല സ്മൂത്തായിട്ടുണ്ട്. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പെർഫോമൻസും ചെറിയൊരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.